യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇറാന് നേരെ ഒരു ഒലിവ് ബ്രാഞ്ച് കാട്ടിയിരിക്കുകയാണ്. ഒലിവില സമാധാനത്തിൻ്റെ ചിഹ്നമാണല്ലോ. പണ്ട് റോമൻ കാലഘട്ടം മുതൽ തന്നെ ഒലിവ് ബ്രാഞ്ച്, ഷോയിങ് എൻ ഒലിവ് ബ്രാഞ്ച് എന്ന് പറയുന്നത് ലെറ്റ് us ഹാവ് പീസ് എന്നതിൻ്റെ ഒരു വിഷ്വൽ മോഡലാണ്. പറഞ്ഞു വരുന്നത് ഇറാൻ എന്ന ആണവ ശക്തി അല്ലെങ്കിൽ ത്രഷ് ഹോൾഡ് പവർ പൂർണ്ണതോതിൽ ആണവ ആയുധങ്ങൾ നിർമ്മിച്ച് സ്വായത്തമാക്കുന്നത് എന്ത് വിധേനയും തടയണം. അങ്ങനെ ലോക സമാധാനം, മേഖലയിലെ സമാധാനം എല്ലാം കാത്തു സൂക്ഷിക്കണം എന്ന ഒരു ചിന്ത പാശ്ചാത്യ ലോകത്തുണ്ട്, പ്രത്യേകിച്ച് അമേരിക്കയുണ്ട്. അപ്പം അതിന് പല രീതിയിൽ നോക്കാം. ഇസ്രായേലുമായി ചേർന്നുകൊണ്ട് ഇറാനെ ആക്രമിച്ച് ഇറാന്റെ ആണവ സജ്ജീകരണങ്ങൾ പൂർണ്ണമായി നശിപ്പിച്ചുകൊണ്ട് ഇറാനെ നിർവീര്യമാക്കുക എന്ന ഒരു മാർഗം വേണമെങ്കിൽ സ്വീകരിക്കാം. ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നതും ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം. പക്ഷെ അമേരിക്ക ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നു എന്ന് കരുതുന്ന മാർഗം തികച്ചും വ്യത്യസ്തമാണ്. 2015 തൻ്റെ മുൻഗാമിയായ ബറാക്ക് ഒബാമ ഇറാനുമായി ഒരു കരാർ ഒപ്പിട്ടു. ഇറാനുമായി ഒരു ആണവ കരാർ ഒപ്പിട്ടു. അതായത് ഇറാൻ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കുന്നു. അതിന് പകരമായി വിദേശ രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ഉപരോധം അവസാനിക്കും. ഇറാന് നേരെ കഠിനമായ ഉപരോധങ്ങളാണ്. വിവിധ കാര്യങ്ങൾ, 21,000-ൽ പരം കാര്യങ്ങളിൽ, വിവിധ കാര്യങ്ങളിൽ ഉപരോധങ്ങളാണ്. ഇതെല്ലാം അവസാനിപ്പിക്കുന്നു. ഇറാന് സമ്പദ് വ്യവസ്ഥ വളർത്താനുള്ള അനുവാദം കൊടുക്കുന്നു. അങ്ങനെ പക്ഷെ ഒരു ഉപകാരം ചെയ്യണം, ആണവായുധങ്ങൾ നിർമ്മിക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ യുറേനിയം സമ്പുഷ്ടമാക്കുന്നത് ഒരു സമാധാനപരമായ ആവശ്യത്തിന് വേണ്ടി വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് കർശനമായ IAEA ഡയറക്റ്റീവ് അനുസരിച്ച്, നിർദ്ദേശമനുസരിച്ചും മേൽനോട്ടം അനുസരിച്ചുമാണ്. ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ UN-ന്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന ഏജൻസിയാണ്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നിരീക്ഷകർ ഇറാനിൽ വന്ന് സമയാസമയങ്ങളിൽ പരീക്ഷണങ്ങൾ നടത്തി, നിരീക്ഷണങ്ങൾ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും. അതനുസരിച്ച് മുന്നോട്ട് പോകാം. അങ്ങനെ 2015 ഒപ്പിട്ട കരാർ ട്രംപ് അധികാരത്തിൽ വരുന്നു 2016. ഉടനെ തന്നെ 2018 ട്രംപ് ഏകപക്ഷീയമായി ആ കരാറിൽ നിന്നും പിന്നോട്ട് പോയി. ആ കരാർ അമേരിക്കയും ഇറാനും തമ്മിലുള്ള മാത്രം കരാറല്ല, 6 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു കരാറാണ്. ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും റഷ്യയും ചൈനയും ഇറാനും ചേർന്ന് അമേരിക്കയുമായി ഒപ്പിട്ട ഒരു കരാറാണ്. ആ ഒരു കരാറിൻ്റെ അന്തസത്ത അമേരിക്കയ്ക്ക് ഗുണകരമല്ല എന്ന കാരണത്താലാണ് 2018 ഡൊണാൾഡ് ട്രംപ് അത് സ്ട്രൈക്ക് ചെയ്തത്, കട്ട് ചെയ്ത് കളഞ്ഞത്. അത് പിന്നെ പുനരാരംഭിച്ചിട്ടില്ല. പിന്നെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ കാലം വന്നു. ഇറാനുമായി അപ്പോഴും ടഫ് ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരുന്നു. പക്ഷേ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഡൊണാൾഡ് ട്രംപിൻ്റെ 2ാം ഊഴത്തിൽ താൻ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളെ പറത്തിവിടുന്നു. അത് ബലപ്രയോഗത്തിലൂടെയാണെങ്കിലും, അണ്ടർ ഡ്യൂറസ് ആണെങ്കിലും താൻ എല്ലായിടത്തും യുദ്ധങ്ങൾ അവസാനിക്കും, എല്ലായിടത്തും സമാധാനം കൊണ്ടുവരും, അതിനുവേണ്ടി ഞാൻ കർശനമായി സംസാരിക്കും. അത് മാത്രമല്ല, ചില ഉപരോധങ്ങളും ചിലപ്പോൾ ഏർപ്പെടുത്തിയെന്നിരിക്കും, ചിലപ്പോൾ കടുത്ത പ്രയോഗങ്ങൾ നടത്തിയെന്നിരിക്കും, ടാരിഫുകൾ ഏർപ്പെടുത്തിയെന്നിരിക്കും. പക്ഷേ ആത്യന്തികമായി ലോക സമാധാനം ട്രംപിൻ്റെ ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ മാത്രമല്ലേ അദ്ദേഹത്തിന് സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിക്കാൻ അർഹതയുണ്ടാകൂ. അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളാണ്. ലഭിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ ട്രംപ് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇവിടെയാണ് റഷ്യൻ ഫാക്ടർ പ്രബലമാകുന്നത്. അപ്പോൾ ഇതിനെ ഒരു ഒറ്റപ്പെട്ട നീക്കമായി കാണാനാവില്ല. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു ഡീൽ മാത്രമായി കാണാനാവില്ല. ഞാൻ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു, റഷ്യ ഉക്രൈൻ വിഷയം പരിഹരിക്കാൻ അമേരിക്ക ഒരു മധ്യസ്ഥത വഹിക്കുന്നു, അല്ലെങ്കിൽ പ്രത്യേക താല്പര്യമെടുക്കുന്നു. അങ്ങനെയെങ്കിൽ മറുവശത്ത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം ദീർഘകാല പ്രശ്നമാണ്. 1979 ഇസ്ലാമിക വിപ്ലവകാലം മുതൽ തന്നെ അമേരിക്കയുമായി കടുത്ത ശത്രുതയിലും വിരോധത്തിലുമാണ് ഇറാൻ. അതുമാത്രമല്ല, അമേരിക്കയുടെ ഏറ്റവും അടുത്ത രാജ്യമായ ഇസ്രായേലുമായും അതികഠിനമായ ശത്രുതയും ആക്രമണവും യുദ്ധവും ഒക്കെ അതൊക്കെ സമീപകാല ചരിത്രങ്ങളാണ്. ഇറാന്റെ പ്രോക്സികൾ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾക്കെതിരെ നടത്തുന്ന പോരാട്ടങ്ങൾ, ഹൂതികളാണെങ്കിലും യമനിലെ ഹൂതികളാണെങ്കിലും ഹമാസ് ആണെങ്കിലും ഹിസ്ബുള്ള ആണെങ്കിലും മറ്റ് ഷിയ ഗ്രൂപ്പുകൾ, ഇറാഖിലും സിറിയയിലുമുള്ള ഷിയ ഗ്രൂപ്പുകളാണെങ്കിലും ശരി, ഇസ്രയേലുമായി കടുത്ത പോരാട്ടം. ഇതെല്ലാം അവസാനിപ്പിക്കണമെങ്കിലും, ഇസ്രയേലി താല്പര്യം രക്ഷിക്കണമെങ്കിലും, ഇസ്രയേൽ വിചാരിക്കുന്നത് പോലെ ഇറാനെ കശക്കി എറിഞ്ഞിട്ട് കാര്യമില്ല, മറിച്ച് സമാധാനത്തിൻ്റെ ഒലിവില ഒന്ന് കാട്ടുക. അപ്പം അതുകൊണ്ട്
ഇങ്ങനെ ഒരു നീക്കം ട്രംപ് നടത്തുന്നു. അതിനെ മധ്യസ്ഥത വഹിക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ അതിനെ തിരശീലയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് അതിനെ വഴിയൊരുക്കുന്നത് റഷ്യൻ നേതാവ് വ്ളാഡിമിർ പുടിനാണ്. റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പല പ്രാവശ്യം ടെഹ്റാനിലെത്തി സംഭാഷണം നടത്തി. ടെഹ്റാനിൽ നിന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി മോസ്കോയിലെത്തി സംഭാഷണം നടത്തിയിരിക്കുന്നു. മസൂദ് പെസഷ്കിയാനുമായി, ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി റഷ്യൻ പ്രസിഡന്റ് പല റൗണ്ട് ചർച്ചകൾ നടത്തിയിരിക്കുന്നു. ഇതിനെല്ലാം ഫിൽറ്റർ ചെയ്തു വരുന്നത് ഒരു ആത്യന്തിക ന്യൂക്ലിയർ ഡീലിലേക്ക് തന്നെയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇറാന് ആണവ ആയുധങ്ങളുണ്ട് എന്ന സ്ഥിരീകരണമില്ല. പക്ഷേ ഇറാൻ ഇപ്പോൾ 60% ന്യൂക്ലിയർ സമ്പുഷ്ടീകരണ കപ്പാസിറ്റി ഉണ്ട്. ഒരു 340ഓളം കിലോഗ്രാം ഈ യുറേനിയം, നല്ല എൻറിച്ച്ഡ് യുറേനിയം ഇറാനുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് കഴിഞ്ഞ അവസാനത്തെ IAEA ഇൻസ്പെക്ഷൻ നടക്കുന്നത്, അല്ല അവരുടെ എസ്റ്റിമേറ്റ് നടക്കുന്നത് നവംബർ 2024 ഈ കേവലം 3 മാസത്തിനുള്ളിൽ തന്നെ 98 കിലോഗ്രാമിൻ്റെ അധികം സമ്പുഷ്ട യുറേനിയം ഇറാന്റെ കൈവശമെത്തി. അതിനർത്ഥം ഇറാൻ എങ്ങനെയൊക്കെയോ ആണവായുധ ഗ്രേഡിലെത്താനുള്ള ഒരു ത്രഷ് ഹോൾഡിലാണ്, ഉമ്മറപ്പടിയിൽ നിൽക്കുകയാണ്. 60% വരെ സമ്പുഷ്ടീകരിക്കാനുള്ള ഒരു സാങ്കേതികവിദ്യ ഇറാനുണ്ട്. അതിനർത്ഥം 90% വരെ വെപ്പൺ ഗ്രേഡ് ന്യൂക്ലിയർ സമ്പുഷ്ടീകരണം, ആണവ സമ്പുഷ്ടീകരണം, യുറേനിയം സമ്പുഷ്ടീകരണം നടക്കും എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ 2-3 ബോംബുകൾ യഥാർത്ഥത്തിൽ ആഴ്ചകൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ സമാഹരിക്കാൻ ഇറാന് കഴിയും. അതിൻ്റെ ഡെലിവറി മെക്കാനിസം, അതായത് മിസൈലുകളിലൂടെ, ആണവ പോർമുന വഹിക്കുന്ന മിസൈലുകളിലൂടെ മാത്രമല്ലേ അത് ഡെലിവറി ചെയ്യാൻ സാധിക്കൂ. കാരണം കയ്യിൽ വെച്ചിങ്ങനെ പൊട്ടിക്കാനാവില്ലല്ലോ ആണവായുധങ്ങൾ. അതുകൊണ്ട് ഇത് രണ്ടും ഇറാന് സ്വായത്തമാവുകയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ സ്ഥിതികൾ കൂടുതൽ സങ്കീർണമാകും എന്ന ഒരു അമേരിക്കൻ കണ്ടെത്തൽ. അത് സ്വല്പം അർത്ഥമുള്ളതാണ്. കാരണം വെറുതെ അമേരിക്ക ഇത് പറയില്ല. ഇതിനകത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ നന്നായിട്ടറിയാം. അത് ഏത് വിധേനയും ആണവായുധങ്ങൾ അറ്റൈൻ ചെയ്യുന്ന ആ ഒരു ലിമിറ്റ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സാങ്കേതിക വിദ്യയായിട്ട് മാറിക്കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ നിർത്തിവെച്ചെന്ന് പറഞ്ഞാലും ശരി, സൈമുലേഷനിലൂടെ പിന്നെയും ഗവേഷണങ്ങൾ ഇറാൻ തുടരാൻ കഴിയും. എന്നെങ്കിലും ആവശ്യം വരുമ്പോൾ അത് ഉപയോഗിക്കാനും കഴിയുന്ന ഒരു അവസ്ഥയാണ്. അത് ഒഴിവാക്കിയെങ്കിലേ പറ്റൂ. അത് ഇസ്രായേലിൻ്റെയും കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ ആകെ അമ്പരം നിൽക്കുകയാണ്. ഈ കാര്യത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ സഹകരണം, അല്ലെങ്കിൽ ഇൻ ദ പൈപ്പ് ലൈൻ ആണവ സഹകരണം, അതേക്കുറിച്ച് ഇസ്രായേൽ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇസ്രായേൽ ഒരുപക്ഷെ അത് ആഗ്രഹിക്കുന്നില്ല. ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ഒരു ആക്രമണത്തിലൂടെ ഇറാന്റെ കേപ്പബിലിറ്റിയെ പൂർണ്ണമായി തകർക്കുക എന്ന് തന്നെയായിരിക്കണം ഇസ്രായേലിന്റെ ആഗ്രഹം. പക്ഷേ ഇസ്രായേലിന്റെ ആഗ്രഹം അനുസരിച്ച് മാത്രം നിൽക്കുന്ന രാജ്യമാവില്ലല്ലോ അമേരിക്ക. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മറ്റൊരു ട്രാക്ക്, വേറിട്ട ഒരു ട്രാക്കിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇറാൻ അമേരിക്ക ആണവ ഡീൽ സാധ്യമായാൽ അത് മഹാത്ഭുതം എന്നേ പറയാനാവൂ. കാരണം ഏതാനും വർഷം മുമ്പ്, 7 വർഷം മുൻപ് വേണ്ട എന്ന് വെച്ച ഒരു ഡീൽ ട്രംപ് തന്നെ വീണ്ടും കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ട്രംപിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുകയാണ്. കാരണം പെർമനൻ്റായ ഇന്ന രാജ്യത്തോട് ഒരു പൂർണ്ണമായ സഹകരണം എന്നൊരു നിലപാടില്ല. എന്ത് വിധേനയും തൻ്റെ പേര് ഉയർന്നു നിൽക്കണം, താനൊരു സമാധാന പ്രേമിയാണ് എന്ന ഒരു ഖ്യാതി ലോകം മുഴുവൻ പരക്കണം. അതുമാത്രമല്ല, താൻ ഉപയോഗിക്കുന്നത് കൺവെൻഷണൽ മെത്തേഡ്സ് അല്ല, പരമ്പരാഗതമായ നയതന്ത്ര രീതികളായിരിക്കില്ല. താൻ ഏത് രീതിയിലും സമ്മർദ്ദം ചെലുത്തും, അപ്രതീക്ഷിതമായി പലതും സംഭവിക്കും. പക്ഷെ ആത്യന്തികമായി താൻ സമാധാനം കൊണ്ടുവരും. അപ്പം 3 കാര്യങ്ങളാണ് ഒറ്റയടിക്ക്. 1, റഷ്യ ഉക്രൈൻ സമാധാനം. 2, ഇസ്രായേൽ ഗാസ സമാധാനം. 3, അമേരിക്ക ഇറാൻ സമാധാനം. ഇങ്ങനെ എല്ലായിടത്തും ലോകത്തെ ട്രബിൾ സ്പോട്ട്സ് എല്ലാം കൂടെ ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു സമഗ്ര സമാധാന പദ്ധതിയാണോ ഇറാൻ ഡീൽ. അതുവഴി റഷ്യയെ നിർവീര്യമാക്കുന്നു, ചൈനയുമായി ട്രേഡ് യുദ്ധം മാത്രം തുടരുന്നു, അതേസമയം മറ്റു കാര്യങ്ങൾ കർശനമായി നിൽക്കുന്നു. അപ്പോൾ സാമ്പത്തികമായി യുദ്ധസമാനമായ സാഹചര്യങ്ങൾ തുടരാനും രാഷ്ട്രീയമായി, സൈനികമായി സമാധാനം നിലനിർത്താനുമുള്ള ട്രംപിൻ്റെ സ്ട്രേഞ്ച് ഐഡിയ എബൌട്ട് പീസ് നടപ്പാകുമോ എന്ന് കാത്തിരുന്ന് കാണാം.